ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? മത്തങ്ങ കൊണ്ട് ഒരു നാടൻ ഒഴിച്ചെറിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണത്. ഒരു ചെറിയ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ട് വരാം. അതിലേക്ക് 10-12 ചെറിയ ഉള്ളി ചേർക്കാം, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മത്തങ്ങ വേവാനുള്ള വെള്ളം ചേർത്തിട്ട് മത്തങ്ങ വേവിച്ചെടുക്കാം. ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. മത്തങ്ങ വേവുമ്പോഴേക്ക് നമുക്ക് 2-3 സാധനം വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ്, നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്നില്ലേ, ആ പരിപ്പാണ് കേട്ടോ. പരിപ്പ് നല്ലോണം ചൂടാവട്ടെ, എന്നിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. പരിപ്പ് നല്ലോണം ചൂടായതിൻ്റെ ശേഷം 4 മണി കുരുമുളക് എടുത്തേക്കണേ. അതേപോലെ തന്നെ 4 മണി ഉലുവ കൂടണ്ട, 2 ചുവന്ന മുളക്. ഇതെല്ലാം കൂടി ഇനി നല്ലോണം വറുത്തെടുക്കാം. എല്ലാം നല്ലോണം വറുത്ത് കിട്ടിയിട്ട് ഇനി ഇതൊന്ന് തണുക്കട്ടെ. മത്തങ്ങ നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് കൂട്ടാൻ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അവസാനം വേണോ നോക്കിയിട്ട് അപ്പം ചേർക്കാം. കുറച്ചും കൂടി അരപ്പ് അരച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. മത്തങ്ങ നല്ലോണം വെന്ത് ഇനി നമുക്ക് ഇതിൽ 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് തിളയ്ക്കട്ടെ. പുളി ചേർത്ത് നല്ലോണം തിളച്ചതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കണ നാളികേരത്തിൻ്റെ മിക്സ് ചേർക്കുന്നുണ്ട്. ജാറ് കഴുകി ആ വെള്ളം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലോണം തിളക്കട്ടേട്ടാ. തിളച്ചതിൻ്റെ ശേഷം എത്ര കൂട്ടാനിന് വെള്ളം വേണോ അതനുസരിച്ച് ചേർത്തോളൂ. പരിപ്പ് ചേർത്ത് അരച്ച കാരണം തിളയ്ക്കുമ്പോൾ കൂട്ടാനിന് കൊഴുപ്പ് കൂടും. നാളികേരം ചേർത്ത് നല്ലോണം തിളച്ചതിൻ്റെ ശേഷം കുറച്ചും കൂടി വെള്ളം ഉപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം പാകമാണ്. ഇനി കൂട്ടാൻ വറുത്തിടാം. പാനിലേക്ക് വറുത്തിടാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക് പൊട്ടുമ്പോൾ 4 മണി ഉലുവയും 1/4 ടീസ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കായപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വേപ്പിലയും 2 ചുവന്ന മുളകും ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. 10 മിനിറ്റിൽ നമുക്ക് ഊണിന് ഒരു നല്ല നാടൻ ഒഴിച്ചേറി റെഡിയാക്കാൻ പറ്റും. നല്ല സ്വാദുള്ള ഒരു കൂട്ടാനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.